بسم الله الرحمن الرحيم. السلام عليكم ورحمة الله تعالى وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين وأفضل الصلاة وأتم التسليم على المبعوث رحمة للعالمين وعلى آله وصحبه ومن سار على هديه إلى يوم الدين أما بعد. സത്യവിശ്വാസികളെ, അള്ളാഹു നമ്മെ സ്വീകരിക്കട്ടെ. നമ്മുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു തരട്ടെ. രോഗങ്ങൾ അള്ളാഹു ശിഫയാക്കട്ടെ. നമ്മിൽ നിന്നും മൺമറഞ്ഞവരുടെ ഖബറിടം അള്ളാഹു സ്വർഗീയമായ സന്തോഷങ്ങൾ കൊണ്ട് നിറയ്ക്കട്ടെ. നമ്മുടെയും കുടുംബത്തിന്റെയും ശിഷ്ട ആയുസ് അള്ളാഹു പൊരുത്തപ്പെട്ട വഴിയിൽ ഇസ്സത്തോടെ സന്തോഷത്തോടെ ജീവിച്ച് ഈമാൻ സലാമത്തായി മരിക്കാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. കണ്ണേറ് പല രീതിയിൽ പല മേഖലകളിൽ അറിയപ്പെടുന്നു, പല മതങ്ങളിൽ പല രൂപത്തിൽ അറിയപ്പെടുന്നു. പലരുടെയും അനുഭവത്തിൽ വ്യത്യസ്തമായ വിവരണം കണ്ണേറിനെ കുറിച്ച് നമ്മൾ കേൾക്കുന്നു. ദൃഷ്ടിദോഷം എന്നും സമയദോഷം എന്നും ഒക്കെ പലരും പലതും അതേക്കുറിച്ച് പറയുന്നുണ്ടെങ്കിലും ഇസ്ലാമിക പ്രമാണം ഈ വിഷയത്തിൽ, കണ്ണേർ സംബന്ധമായ വിഷയത്തിൽ വളരെ ഖണ്ഡിതമായി തന്നെ ഇത് സത്യമാണ് എന്നും ഇത് യഥാർത്ഥത്തിൽ ഉള്ളതാണ് എന്നും നമ്മുടെ മുന്നിൽ സ്ഥിരീകരിക്കുന്നുണ്ട്. ഞാൻ ഒന്നുകൂടി ആവർത്തിച്ച് പറയാം. പരിശുദ്ധ ഖുർആനിൽ പല ആയത്തുകളിലും കണ്ണേർ സംബന്ധമായ സൂചനകൾ അല്ലാഹു തആല നൽകുന്നുണ്ട്. എത്രത്തോളം അള്ളാഹുവിന്റെ അമ്പിയാക്കൾ പോലും കാലങ്ങൾക്ക് മുന്നേ ഇത് ഭയന്നിരുന്നു എന്നാണ് ചരിത്രത്തിൽ കാണുന്നത്. ഭയം അള്ളാഹു അല്ലാത്ത ഒന്നിനോടുമില്ല. പക്ഷെ അള്ളാഹുവിന്റെ ഖദർ ഖലാഇൽ പോലും ഈ കണ്ണേർ കൊണ്ട് ഉണ്ടാകുന്ന മാറ്റങ്ങൾ, അള്ളാഹുവിന്റെ ചില ഖലാഉകൾ മാറ്റം വരുന്ന ഖലാ ഉണ്ടെന്ന് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു. ആ മാറ്റങ്ങൾ വരുന്ന ഖലാഇൽ പോലും കണ്ണേറിന്റെ ഇടപെടലിനെ സ്വന്തം മക്കൾക്ക് സംഭവിക്കുന്ന വിഷയത്തിൽ അമ്പിയാക്കൾ പോലും ഭയന്നിരുന്നു. മക്കൾ എന്നത് എല്ലാവർക്കും പ്രിയപ്പെട്ടതാണ്. എല്ലാവരുടെയും ഈ ആയുസ്സിന്റെ സമ്പാദ്യം മുഴുവനും ഈ വിലപ്പെട്ട സമയവും എല്ലാം സ്വന്തം മക്കൾക്ക് വേണ്ടി എന്ന ഒരു വിചാരത്തിലാണ് എല്ലാവരും സമർപ്പിക്കുന്നത്. ഒട്ടും മോശമല്ല, എല്ലാവരും ആ വിഷയത്തിൽ ഒരുപോലെയാണ്. മക്കൾ എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും ഹൃദയത്തിന്റെ ഒരു പ്രത്യേക തുടിപ്പാണ്. ലോകത്ത് വന്ന നബിമാര് മുഴുവനും അള്ളാഹുവിനോട് സ്വാലിഹീങ്ങളായ മക്കളെ ചോദിച്ചതായി ഖുർആനിൽ എത്രയോ ആയത്തുകൾ കാണാം. റബ്ബി ഹബ്ലി മിൻ ലദുൻക ദുർരിയത്തൻ ത്വയ്യിബത്തൻ ഇന്നക സമീഉദ് ദുആ. സയ്യിദുനാ സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാം സന്താന ലബ്ധിക്ക് വേണ്ടിയിട്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന വചനമാണിത്. അള്ളാഹുവേ, നിന്റെ അടുക്കൽ നിന്നും ദുർരിയത്തൻ ത്വയ്യിബത്ത്, നല്ല സന്താനങ്ങളെ എന്ന് മഹാനവറുകൾ ചോദിക്കുന്നുണ്ട്. സയ്യിദുനാ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അവിവാഹിതനായിരിക്കെ മക്കളെ ചോദിക്കുന്ന രംഗവും ഖുർആൻ പറയുന്നുണ്ട്. റബ്ബി ഹബ്ലി മിനസ് സാലിഹീൻ. അപ്പോൾ നബിമാർ അവർക്ക് മക്കളെ ചോദിക്കുന്നു എന്ന് പറഞ്ഞാൽ മക്കൾ ഉണ്ടാവാൻ അവർ അത്രയും ആഗ്രഹിക്കുകയും ഉണ്ടായ മക്കളോടുള്ളതായ അവരുടെ കൊതിയും പൂതിയും എത്രത്തോളം ഉണ്ടെന്ന് ഖുർആൻ അവതരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. സയ്യിദുനാ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പൊന്നുമോനെ അറുത്തു കൊടുക്കുന്ന രംഗവും ആ പൊന്നുമോനെയും പ്രിയപ്പെട്ടവളെയും മക്കയിൽ താമസിപ്പിച്ച് അവിടെ നിന്ന് ആ ഏകാന്തതയെ ഉള്ളറിഞ്ഞ് മനസ്സിലാക്കി അകലേക്ക് നീങ്ങുമ്പോഴും ഉള്ളിലെ വിങ്ങൽ അള്ളാഹുലേക്ക് സമർപ്പിക്കുന്നതും ഒക്കെ ഖുർആൻ സൂചിപ്പിക്കുന്നുണ്ട്. റബ്ബനാ ഇന്നി അസ്കൗതു മിൻ ദുർരിയതി ബിവാദിൻ ഗൈരി ദീ സറഅ ഇൻദ ബൈതികൽ മുഹറം. ഒരു വിലാപത്തിന്റെ വാക്കുകൾ പോലെ പ്രിയപ്പെട്ട മക്കളെ, പ്രിയപ്പെട്ട ഭാര്യയെ ജനങ്ങളില്ലാത്ത വിജനമായ ഒരു സ്ഥലത്ത് പുല്ലു മുളയ്ക്കാത്ത മണ്ണിൽ താമസിപ്പിച്ചുകൊണ്ട് ഞാൻ പോകുന്നു എന്ന് പറയുന്നത് ഒരു സങ്കടത്തിന്റെ വാക്കുകളാണ്. ഒരു പ്രാർത്ഥനയായി ഖുർആൻ അത് പറഞ്ഞിട്ടുണ്ട്. ഞാൻ എന്തിനാണ് ഇത്രയും പറഞ്ഞത്? മക്കൾ എന്നത് എല്ലാവർക്കും പ്രിയപ്പെട്ടവർ ആണ് എന്ന പോലെ തന്നെയായിരുന്നു നബിമാർക്കും പ്രിയപ്പെട്ടവരായിരുന്നു. അള്ളാഹുവിന്റെ നബിയാണ് എന്ന് വിചാരിച്ച് അവരെ സംബന്ധിച്ച് മക്കളൊന്നും അത്ര അന്യമല്ലായിരുന്നു, ഏറ്റവും പ്രിയപ്പെട്ടത് തന്നെയായിരുന്നു. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു യാത്ര പോകുമ്പോൾ അവസാനം കാണുന്നത് ഫാത്തിമ റളിയല്ലാഹു അൻഹയെ ആയിരുന്നു. യാത്ര കഴിഞ്ഞാൽ ആദ്യം കാണുന്നതും പൊന്നുമോൾ ഫാത്തിമ റളിയല്ലാഹു അൻഹയെ ആയിരുന്നു. മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നടത്തത്തിൽ മുന്നോട്ട് ഒരൽപ്പം ചായ്വുണ്ടായിരുന്നു. നല്ല ഭംഗിയായിരുന്നു അത് കാണാൻ. ഒരു ചെറിയൊരു കുനിച്ചിൽ പോലെ നല്ല രസമുണ്ടായിരുന്നു ആ നടത്തം കാണാൻ. അത് അങ്ങനെ തന്നെ കാണപ്പെട്ടിരുന്നത് ഫാത്തിമ റളിയല്ലാഹു അൻഹയിലാണ്. എന്ന് പറഞ്ഞാൽ ആ പിതാവിനോടുള്ളതായ മകളുടെ ആകാര സാമ്യതയും ആ പിതാവിനോടുള്ളതായ ബന്ധവും എല്ലാം ആ പിതാവിനെയും മകളെയും പഠിക്കുമ്പോൾ
പിതാവും മകളും പിതാവും തമ്മിലുള്ള ആ അഭേദ്യ ബന്ധത്തെ ഒക്കെ നമുക്ക് ഹൃദയത്തിൽ സ്പർശിക്കും വിധം അറിയാനും പഠിക്കാനും കഴിയും. മക്കൾ എന്നത് എല്ലാ തലത്തിലും പ്രിയപ്പെട്ടവരായിരുന്നു അള്ളാഹുവിന്റെ അമ്പിയാക്കൾക്ക്. അങ്ങനെയെങ്കിൽ നമ്മളെല്ലാവരും നമ്മുടെ മക്കളെ കുറിച്ച് ഭയന്നിരുന്ന അപകടങ്ങൾ അമ്പിയാക്കളും ഭയന്നിരുന്നിട്ടുണ്ട്. പരിശുദ്ധ ഖുർആൻ അത് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ അവർ ഭയന്നിരുന്ന ഒരു വലിയ വിഷയമാണ് കണ്ണേറ്. അള്ളാഹുവിന്റെ അമ്പിയാക്കൾ അവരുടെ മക്കൾക്ക് കണ്ണേറുണ്ടാകുമോ എന്ന് ഭയന്നിരുന്നിട്ടുണ്ട്. മക്കൾക്ക് കണ്ണേർ ഉണ്ടായാൽ എന്താണ് ദുആ ചെയ്ത് എന്ത് ദിക്ർ ഓതി മന്ത്രിച്ചാലാണ് കണ്ണേർ മാറുക എന്നതും പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ ഇന്നത്തെ ചെറിയ ചർച്ച ആ വിഷയത്തിലേക്കാണ് വരുന്നത്. അമ്പിയാക്കൾ അവരുടെ മക്കൾക്ക് കണ്ണേർ ബാധിക്കുന്ന വിഷയം ഭയന്നിരുന്നോ? നമുക്ക് മാത്രമാണോ ഈ ഭയപ്പാടുള്ളത്? എന്റെ കുട്ടിക്ക് പഠനത്തിൽ കണ്ണേറുണ്ട്, എന്റെ കുട്ടിക്ക് ഭക്ഷണത്തിൽ കണ്ണേറുണ്ട്, ഇങ്ങനെയൊക്കെ ഒരു വിചാരങ്ങൾ പൊതുവെ വരുന്നത് ഒരു പൊട്ടത്തരമാണോ? അടിസ്ഥാനപരമായി അതിനെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ പറയാനുള്ളതായ യോഗ്യതയും അതേക്കുറിച്ചുള്ള ഒരു ബോധവും ഒരു നിരീക്ഷണമൊക്കെ നമുക്ക് ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് അത് ശരിയായിരിക്കാം. ഈ ഭയപ്പാട് ഒരു സാധാരണക്കാരന്റെ മാത്രമല്ല, അള്ളാഹുവിന്റെ അമ്പിയാക്കളുടേത് പോലും ഉണ്ടായിരുന്നു. പരിശുദ്ധമായ ഖുർആൻ സൂചിപ്പിക്കുന്നത് കണ്ടോ? സൂറത്ത് യൂസുഫിന്റെ 67-ാമത്തെ ആയത്താണ് ഇൻഷാ അല്ലാഹ് നമ്മൾ പാരായണം ചെയ്യുന്നത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وقال يا بني لا تدخلوا من باب واحد وادخلوا من أبواب متفرقة وما أغني عنكم من الله من شيء إن الحكم إلا لله عليه توكلت وعليه فليتوكل المتوكلون. എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജീവിച്ചു പോയ ഒരു പ്രവാചകന്റെ വാക്കുകളാണിത്. സയ്യിദുനാ യാഖൂബ് നബി അലൈഹിസ്സലാം പൊന്നാര മക്കളോട് പറഞ്ഞ വാക്കുകളാണിത്. അള്ളാഹുവിന്റെ ഖുർആൻ നൂറ്റാണ്ടുകൾ പലത് കഴിഞ്ഞിട്ടും അതൊരു ആയത്തായി ലോകത്തിന്റെ മുന്നിൽ ചിത്രീകരിച്ചത് കണ്ണേറിനെ കുറിച്ച് അമ്പിയാക്കൾ ഭയന്നിരുന്നു എന്ന സത്യം അറിയിക്കാനാണ്. അമ്പിയാക്കൾക്ക് ഭയം ഉണ്ടായിരുന്നു. ഈ ആയത്തിന്റെ അർത്ഥം നമുക്ക് പറയാം. അതിനു മുമ്പ് ഈ ആയത്തിന്റെ വ്യാഖ്യാനം പറയുന്നുണ്ട് ഇമാം റാസി. ആ വിഷയത്തിലേക്ക് കടന്നു വരാം. ഇമാം റാസി തഫ്സീറുൽ കബീറിൽ ഈ ആയത്തിന്റെ വ്യാഖ്യാനം, ഇത് ആർക്ക് നിഷേധിക്കാൻ പറ്റും? ഇത് അന്ധവിശ്വാസമാണെന്ന് ആർക്ക് പറയാൻ പറ്റും? ഇമാം റാസിയുടെ തഫ്സീർ നിഷേധിക്കുന്ന മനുഷ്യൻ ലോകത്തുണ്ടോ? ഖുർആൻ അംഗീകരിക്കുന്നവർ അത് അംഗീകരിക്കുന്നില്ലേ? ഇമാം റാസി ഈ ആയത്തിന് തഫ്സീർ കൊടുക്കുന്നു. വേറെയും ധാരാളം മുഫസ്സിരീങ്ങൾ ഇത് ഉദ്ധരിക്കുന്നുണ്ട്. അതൊക്കെ നമുക്കിവിടെ പറയേണ്ടതില്ല, ഞാൻ അതുകൊണ്ട് അത് ഒഴിവാക്കാണ്. ഇമാം റാസി പറയുന്നത് മാത്രം നോക്കൂ. ഇന്ന അബ്നാ യഅഖൂബ ലമ്മ അസമു അലൽ ഖുറൂജി ഇലാ മിസ്റ. ആ കാലഘട്ടത്തിൽ വ്യാപകമായ ഒരു വരൾച്ച ഉണ്ടായിരുന്നു എന്നത് ഖുർആനിലുണ്ടല്ലോ. യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അധികാരത്തിൽ വരുന്ന കാലഘട്ടത്തിൽ ആ രാജ്യവും ഈജിപ്തും പരിസരവും അതുപോലെ തന്നെ ഫലസ്തീനും ഒക്കെ ലോകം മുഴുവനും വ്യാപകമായ ഒരു ദാരിദ്ര്യം ഉണ്ടായിരുന്നു 7 കൊല്ലത്തോളം. ആ ദാരിദ്ര്യം യാഖൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമും മക്കളും താമസിക്കുന്ന നാടുകളിലേക്കും വ്യാപിച്ചു. അപ്പൊ അകലങ്ങളിലേക്ക് പോയി ജീവിക്കാൻ ആവശ്യമായ സാമ്പത്തിക കാര്യങ്ങൾ ശരിയാക്കാനും ഭക്ഷണ കാര്യങ്ങൾ ശരിയാക്കാനും അധ്വാനികളായ മക്കൾ രംഗത്തേക്ക് വന്നപ്പോൾ യാഖൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അവരെ പറഞ്ഞയക്കുന്നുണ്ട്. അവസാനം ഈജിപ്തിലേക്ക് വരെ പോകേണ്ടി വന്നു. അങ്ങനെ ഇന്ന അബ്നാ യാഖൂബ ലമ്മ അസമു അലൽ ഖുറൂജി ഇലാ മിസ്റ. യാഖൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ യൂസുഫ് നബി അല്ലാത്ത മറ്റെല്ലാ മക്കളും, യൂസുഫ് നബിയും യൂസുഫ് നബിയുടെ അനുജനായിരുന്ന ബിന്യാമീനും ഒഴിച്ചുള്ള മറ്റെല്ലാ മക്കളും 10 മക്കളോളം ഉണ്ടാവും. അവർ ഈജിപ്തിലേക്ക് റേഷൻ വാങ്ങാൻ പോവാൻ തീരുമാനിച്ചു. ഈജിപ്തിലെ രാജാവ് റേഷൻ കൊടുക്കുന്നുണ്ട് എന്ന വിവരം അറിഞ്ഞ് അവിടെ റേഷൻ വാങ്ങാൻ പോവാൻ തീരുമാനിച്ചപ്പോൾ മഹാനായ യാഖൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം മക്കളോട് പറഞ്ഞ വാക്കുകളാണ് ഇവിടെ ഉദ്ധരിച്ചിരിക്കുന്നത്. ഈ മക്കൾക്ക് കണ്ണേറ് തട്ടുമോ എന്ന് മഹാനവറുകൾ പറഞ്ഞിരുന്നു. കാരണം ഈ മക്കളെ കാണാനുണ്ട്. യാഖൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മകൻ യൂസുഫ് നബി ലോക സുന്ദരനാണല്ലോ. ഒരു നബിയുടെ ഒരു മോൻ മാത്രം സുന്ദരനും ബാക്കിയൊക്കെ വിരൂപികളും ആവില്ലല്ലോ. നമ്മളൊരു സാധാരണ ഒരു പഴക്കൊല തന്നെ എടുത്തു നോക്കൂ. അതിൽ ഒരു പടല മാത്രം നല്ലതും ബാക്കി മോശമല്ലാവാ. എല്ലാം ഒരുപോലെ ഇരിക്കാം.
ഏകദേശം ഒരു മോൻ മാത്രം ലോകസുന്ദരനും ബാക്കി എല്ലാവരും വിരൂപികൾ എന്ന് ഒരിക്കലും നമുക്ക് ചിന്തിക്കാൻ കഴിയില്ലല്ലോ. യാക്കൂബ് നബിയുടെ മറ്റു മക്കളെ കുറിച്ച് കേട്ടോ, ഇമാം റാസി പറയുന്നു, വകാനു മൗസൂഫീന ബിൽ കമാലി വൽ ജമാലി വഅബ്നാഇ റജുലിൻ വാഹിദ്. യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ എല്ലാ മക്കളെ പറ്റിയും ഇങ്ങനെ പറയാനുള്ളത്, അവർക്ക് ശാരീരികമായി നല്ല ഭംഗി ഉണ്ടായിരുന്നു, പൂർണ്ണ ആരോഗ്യവാന്മാരും കാണാൻ നല്ല ചുറുക്കുള്ളവരായിരുന്നു. പിന്നെ വൽ ജമാൽ, നല്ല ഭംഗി, നല്ല ആരോഗ്യം, നല്ല ആകാര രൂപം, ഇതൊക്കെ ഉണ്ടായിരുന്നു അവർക്ക്. മാത്രവുമല്ല ഇവരെല്ലാവരും കൂടി ഒരുമിച്ച് പോണ കണ്ടു കഴിഞ്ഞാൽ ഒരൊറ്റ മനുഷ്യന്റെ മക്കളാണ് ഇവരെന്ന് ആര് കണ്ടാലും പറഞ്ഞു പോകും. അതുപോലത്തെ രൂപഭംഗിയും ഒരുപോലെ ഇരിക്കുന്നു എല്ലാവരും. 10 പേര് ഒരുമിച്ച് അങ്ങനെയാണ് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആളുകൾ കാണുമ്പോൾ ഒരു സ്ഥലത്തൂടെ മാത്രം 10 പേര് ഒരുമിച്ച് അങ്ങനെയാണ് പോകുമ്പോൾ ആ സംഘത്തെ ആരും നോക്കിപ്പോകും. അപ്പോൾ എല്ലാവരും നല്ല കാണാൻ ആകാര ഭംഗിയുള്ളവർ, ശരീര ഭംഗിയുള്ളവരായിരുന്നു. അങ്ങനെ വന്നപ്പോൾ യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അവരോട് പറഞ്ഞിരുന്നു, ആയത്തിൽ പറയട്ടെ, ലാ തദ്ഖുലൂ മിൻ ബാബിൻ വാഹിദിൻ വദ്ഖുലൂ മിൻ അബ്വാബിൻ മുതഫർരിഖാ. മക്കളെ, നിങ്ങളെല്ലാവരും കൂടിയിട്ട് ഒറ്റ വാതിലിലൂടെ അകത്തേക്ക് പോവരുത്. രാജാവിന്റെ കൊട്ടാരത്തിലേക്ക് നിങ്ങൾക്ക് പ്രവേശനം കിട്ടിയാൽ നിങ്ങൾ എല്ലാവരും കൂടിയിട്ട് ഒരു വാതിലിലൂടെ കടക്കരുത്. നിങ്ങൾ ഓരോരുത്തരും വ്യത്യസ്ത വാതിലുകളിലൂടെ വ്യത്യസ്ത സമയങ്ങളിൽ കടക്കണം. എല്ലാവരും ഒരുമിച്ച് വന്നവർ കാണാൻ ഒരുപോലെ ഒരേ വാതിലിലൂടെ പോവല്ലേ. വ്യത്യസ്ത വാതിലുണ്ടാവും കോട്ടയ്ക്ക്. രാജാവിന്റെ കൊട്ടാരത്തിലേക്ക് വ്യത്യസ്ത വാതിലുകളിൽ വ്യത്യസ്ത സമയങ്ങളിൽ നിങ്ങൾ വെവ്വേറെ വെവ്വേറെ പോകണം. അങ്ങനെയാണ് ചെയ്യേണ്ടത്. കാരണം ഇന്നഹു ഖാഫ മിനൽ ഐനി അലൈഹിം, ഈ മക്കൾക്ക് കണ്ണേറ് ഉണ്ടാകുമോ എന്ന് യാക്കൂബ് നബി പേടിച്ചിരുന്നു. ഈ ആയത്തിന്റെ അവതരണ ഭാഷ അതാണ്. ഈ ആയത്ത് നോക്കാം. وقال يا بني لا تدخلوا من باب واحد وادخلوا من أبواب متفرقة. എന്റെ പൊന്നാര മക്കളെ, യാ ബനിയ എന്ന പ്രയോഗം സ്നേഹം കൂടുമ്പോ പറയുന്നതാണ്. യാ ബനിയ, എന്റെ പൊന്നാര മക്കളെ, ലാ തദ്ഖുലൂ മിൻ ബാബിൻ വാഹിദിൻ, എല്ലാരും കൂടിയിട്ട് ഒറ്റ വാതിലിലൂടെ കടക്കല്ലേ. പിന്നെയോ വദ്ഖുലൂ മിൻ അബ്വാബിൻ മുതഫർരിഖ. വദ്ഖുലൂ മിൻ അബ്വാബിൻ മുതഫർരിഖ എന്ന് പറഞ്ഞതിന്റെ ആശയം ലാ തദ്ഖുലൂ മിൻ ബാബിൻ വാഹിദ് എന്നുള്ളടത്തുണ്ട്. എന്നിട്ടും അത് എടുത്തു പറഞ്ഞത് വിഷയത്തിന്റെ ഗൗരവം കൊണ്ടാണ്. എല്ലാരും കൂടി ഒറ്റ വാതിലിലൂടെ കടക്കല്ലേ എന്ന് പറഞ്ഞപ്പോ അവിടെ തന്നെ കിട്ടി വ്യത്യസ്ത വാതിലുകളിലൂടെ കടന്നാൽ മതി എന്ന്. എന്നിട്ട് ഖുർആൻ പ്രത്യേകം എടുത്തു പറഞ്ഞു, മഹാനവറുകൾ പറഞ്ഞതായിട്ട്, വ്യത്യസ്ത വാതിലുകളിലൂടെ തന്നെ നിങ്ങൾ പോവണം എന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞത് ആ വിഷയത്തിന്റെ ഗൗരവമാണ്. വ്യത്യസ്ത വാതിലുകളിലൂടെ തന്നെ നിങ്ങൾ പോവണം. കാരണം വമാ ഉഗ്നി അൻകും മിനല്ലാഹി മിൻ ശൈ, പടച്ചോന്റെ ഖദർ ഖളായിൽ ഒരു കണ്ണേറ് പെട്ടെന്ന് വന്നു കഴിഞ്ഞാൽ അത് തടയാൻ എന്നെ കൊണ്ട് പറ്റൂല മക്കളെ, എന്നെ കൊണ്ട് പറ്റൂല, എന്നെ കൊണ്ട് കൂട്ടിയാ കൂടൂല കണ്ണേറ് വന്നു പോയാൽ എന്ന് പറഞ്ഞാൽ മഹാനവറുകൾ കൊണ്ട് പറ്റൂല എന്നുള്ളത് അവിടുത്തെ നിസ്സാരതയായിട്ട് തോന്നരുത്. കണ്ണേറിന്റെ ഗൗരവമാണ്. വലിയ അപകടവും വന്നു പോകും, വാപ്പാനോട് പറ്റൂലട്ടാ എന്നുള്ള രീതിയിൽ മക്കളെ ഉപദേശിക്കാണ്. ഇനിൽ ഹുക്മു ലില്ലാഹ്, എല്ലാം വിധിക്കാൻ അള്ളാഹുവിന് മാത്രമാണ് അവകാശം. അലൈഹി തവക്കൽതു, ആ റബ്ബിൽ ഞാൻ എല്ലാം ഏൽപ്പിച്ചു. എന്റെ മക്കളെ പറഞ്ഞേക്കാം, അലൈഹി തവക്കൽതു, പടച്ചോനെ ഞാൻ നിന്നെ ഏൽപ്പിക്കാം. വഅലൈഹി ഫലതവക്കലിൽ മുതവക്കിലുൻ, നിങ്ങളും ആ പടച്ചോനെ ഏൽപ്പിച്ചിട്ട് പോവണം മക്കളെ. അത്രത്തോളം യാക്കൂബ് നബി പേടിച്ചിരുന്നു മക്കൾക്ക് കണ്ണേറുണ്ടാകുന്ന വിഷയത്തിൽ. ഇമാം റാസി രേഖപ്പെടുത്തിയത് അങ്ങനെയാ. ഇനി കണ്ടോ, അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇതൊക്കെ മനുഷ്യന്മാർ നിഷേധിക്കാന്ന് വെച്ചാൽ പിന്നെ എന്തെന്നാ ദീനിലുള്ളത്? അവസാനം നിഷേധിച്ച് അള്ളാഹും ഇല്ല എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തലല്ലേ ഈ നിഷേധം മനുഷ്യനെ കൊണ്ടുപോയി എത്തിക്കാം. സ്വഹീഹുൽ ബുഖാരിയിൽ ഒരു ഹദീസ് കണ്ടോ, عن ابن عباس رضي الله عنه قال كان النبي صلى الله عليه وسلم يعوذ الحسن والحسين. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമയെ എപ്പോഴും മന്ത്രിക്കുമായിരുന്നു. എന്തും പറഞ്ഞാ മന്ത്രിക്കുന്നത്? ആ മന്ത്രം കേട്ടോട്ടോ. ഇങ്ങനെ പറഞ്ഞ് മന്ത്രിക്കും. രണ്ടുപേരെ രണ്ട് തൊടയിലിരുത്തും കാലിന്റെ, എന്നിട്ട് ഇങ്ങനെ മന്ത്രിക്കും. ഇന്ന അബാകുമാ കാന യുഅവ്വിദു ബിഹാ,
ഇസ്മാഈല വ ഇസ്ഹാഖ, മോനെ ഹസനെ, മോനെ ഹുസൈനെ, നിങ്ങൾ രണ്ടുപേരെ ഉപ്പ മന്ത്രിക്കാൻ പോവാ. ഞാൻ ഈ മന്ത്രിക്കാൻ പോകുന്ന വാക്കുകൾ പണ്ടേ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അവിടുത്തെ രണ്ട് മക്കളായ ഇസ്മായിൽ നബിയെയും ഇസ്ഹാഖ് നബിയെയും മന്ത്രിക്കാൻ ഉപയോഗിച്ച വാക്കുകൾ കൊണ്ടാണ് ഉപ്പ നിങ്ങളെ മന്ത്രിക്കാൻ പോകുന്നത് എന്ന് കുട്ടികളോട് പറയാണ്. അവിടുന്ന് പറയും വയഖൂലു ഇന്ന അബാകുമാ കാന യുഅവ്വിദു ബിഹാ ഇസ്മാഈല വ ഇസ്ഹാഖ. മക്കളെ, നമ്മുടെ വല്ലുപ്പ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അദ്ദേഹത്തിന്റെ മക്കളായ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനെയും ഇസ്ഹാഖ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെയും ചെറുപ്പകാലത്ത് ഇതുപോലെ ഇരുത്തി മന്ത്രിച്ച ആ ദിക്ർ ചൊല്ലിയിട്ടാണ് ഞാൻ നിങ്ങളെ മന്ത്രിക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞിട്ട് മന്ത്രിക്കും മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏതാ ദിക്ർ എന്നറിയുമോ? കുട്ടികൾക്ക് കണ്ണേറ് തട്ടിയാൽ മന്ത്രിക്കേണ്ട ദിക്ർ അഊദു ബികലിമാത്തില്ലാഹി താമ്മത്തി മിൻ കുല്ലി ശൈത്വാനിൻ വഹാമ്മത്തിൻ വമിൻ കുല്ലി ഐനിൻ ലാമ്മ. ഈ ദിക്ർ ചുരുങ്ങിയത് ഒരു 11 പ്രാവശ്യമെങ്കിലും ഓതണം, കുട്ടികളുടെ തലയിലോതണം. റസൂലുള്ളാഹി ചെയ്തതാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ ഇതിന്റെ അർത്ഥം? അഊദു ബികലിമാത്തില്ലാഹി താമ്മത്തി, അല്ലാഹുവിന്റെ കലിമത്ത് താമ്മത്തുകളായ മഹാന്മാരെ മുൻനിർത്തി ചോദിക്കട്ടെ. എന്താ കലിമത്തുകൾ എന്ന് പറഞ്ഞാൽ മഹാന്മാരെന്ന് അർത്ഥമുണ്ടോ? ഉണ്ട്. കെലിമത്ത് എന്ന് ഉദ്ദേശിക്കപ്പെടുന്നത് അള്ളാഹുവിന്റെ മഹത്തുക്കളായ കെലിമാത്തുകളായ മഹാന്മാരെയാണ്. എന്താ കെലിമത്ത്? ഏതായാലും അതിന്റെ അർത്ഥം ആദ്യം അങ്ങോട്ട് പറയാം. അള്ളാഹുവിന്റെ കെലിമത്തുകളായ മഹാന്മാരെ, പൂർണ്ണ കെലിമത്തുകളായ മഹാന്മാരെ മുൻനിർത്തിയിട്ട് റബ്ബെ നിന്നോട് കാവൽ തേടാണ്. മിൻ കുല്ലി ശൈത്വാനിൻ, എല്ലാ പിശാചുകളെ തൊട്ടും കാവൽ തേടുന്നു. വഹാമ്മത്തിൻ, ഇഴജന്തുക്കളെ തൊട്ട് കാവൽ തേടുന്നു. വമിൻ കുല്ലി ഐനിൻ ലാമ്മത്തിൻ, മനുഷ്യനെ കൊന്നുകളയുന്ന, നശിപ്പിച്ചു കളയുന്ന കണ്ണേറിനെ തൊട്ടും കാവൽ തേടുന്നു. ഈ ദിക്ർ ചൊല്ലിയിട്ട് ഇബ്രാഹിം നബി മന്ദിരിച്ചിട്ടുണ്ട്, അതുപോലെ ഞാനും മന്ദിരിക്കുന്നു എന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അമ്പിയാക്കൾ അവരുടെ കുഞ്ഞുങ്ങൾക്ക് കണ്ണേറ് സംഭവിക്കുന്ന വിഷയത്തിൽ ഒരു ബോധമുള്ളവരും ഇത്ര ഗൗരവമുണ്ടെന്ന് സമൂഹത്തെ പഠിപ്പിച്ചവരുമാണ്. ഇത് നമ്മൾ ചെയ്തില്ലെങ്കിൽ പിന്നെ നമുക്ക് എന്താ സഹോദര നമുക്ക് നേടാനുള്ളത് ഈ ദീനിൽ നിന്നും? അള്ളാഹുവിന്റെ കെലിമത്തുകളായ മഹാന്മാരെ മുൻനിർത്തിയിട്ട് എന്ന് പറയുമ്പോൾ, കെലിമത്ത് എന്ന് പറഞ്ഞാൽ പടച്ചോന്റെ കെലിമത്തുകൾ മഹാന്മാർ തന്നെയാണ്. ഇന്നമാ അംറുഹു ഇദാ അറാദ ശൈഅൻ യഖൂലു ലഹു കുൻ ഫയകൂൻ എന്ന ഒരു സാധനം ഉണ്ടാവണമെന്ന് അള്ളാഹു വിചാരിച്ചാൽ അള്ളാഹു അതിനോട് പറയുന്നത് കുൻ, നീ ഉണ്ടാകു എന്ന, ഫയകൂൻ, അപ്പോൾ അത് ഉണ്ടാകും. അങ്ങനെ അള്ളാഹു കുൻ എന്ന് പറഞ്ഞ് ഫയകൂനു ആയി മാറിയ മഹാന്മാർ. അങ്ങനത്തെ ഒരു മഹാനാണ് സയ്യിദുനാ ആദം അലൈഹിസ്സലാം. അള്ളാഹു ഉണ്ടാകു എന്ന് പറഞ്ഞപ്പോൾ, അതായത് ഒരു പിതാവിന്റെയോ മാതാവിന്റെയോ സാന്നിധ്യമില്ലാതെ ഉണ്ടായ ഒരു മഹാനാണ് ആദം അലൈഹിസ്സലാം. മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ആദം അലൈഹിസ്സലാത്തു വസ്സലാമിനെ പോലെയാണ് സയ്യിദുനാ ഈസ എന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. കൃത്യമായ ഹദീസ് ഉണ്ട് അങ്ങനെ. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം കെലിമത്താണ്. കുൻ എന്ന് പറഞ്ഞപ്പോൾ ഫയകൂനു ആണ് ആദം നബി അലൈഹിസ്സലാം. അതുപോലെ ജിബ്രീൽ വന്നുകൊണ്ട് കുൻ പറഞ്ഞ് യകൂനു ആയ പോലെയാണ്. ജിബ്രീൽ ഊതിയപ്പോൾ അള്ളാഹുവിന്റെ കെലിമത്തായി രൂപം പ്രാപിച്ച ആളാണ് സയ്യിദുനാ ഈസ അലൈഹിസ്സലാം. ഈസ നബിയുടെ കാര്യത്തിൽ അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞത് ഈസ നബി അള്ളാഹുടെ കെലിമത്താണെന്നാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. يا أهل الكتاب لا تغلوا في دينكم ولا تقولوا على الله إلا الحق إنما المسيح عيسى ابن مريم رسول الله وكلمته ألقاها إلى مريم وروح منه فآمنوا بالله ورسله ولا تقولوا ثلاثا. അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നു ഈസ നബിയെ കുറിച്ച്, ഇന്നമൽ മസീഹു ഈസ ഇബ്നു മറിയം റസൂലുള്ളാഹി വ കലിമതുഹു. ഈസാ നബി അള്ളാഹുവിന്റെ കലിമത്താണ്, റസൂലാണ്, മറിയമിന്റെ മകനാണെന്ന് പരിശുദ്ധ ഖുർആൻ. അള്ളാന്റെ കലിമത്തായ ഈസ നബി, അള്ളാന്റെ കലിമത്തായ ആദം നബി, 25 പ്രവാചകന്മാരെ ആ ഖുർആൻ പറഞ്ഞത്. ആ 25-ല് നമുക്ക് ഇപ്പൊ തന്നെ പ്രഥമ ദൃഷ്ടിയാൽ 2 കലിമത്തിന് ബോധ്യപ്പെട്ടു. കോടിക്കണക്കിന് വരുന്ന മഹാന്മാരിൽ എത്ര കലിമത്തുകൾ ഉണ്ടാവും? ഏതായാലും അള്ളാഹുവിന്റെ കലിമത്തുകളായ മഹത്തുക്കളെ മുൻനിർത്തി ചോദിക്കട്ടെ.
അല്ലാഹുവേ എല്ലാ ശൈത്വാന്മാരിൽ നിന്നും എന്റെ മക്കളെ കാക്കണേ. വമിൻ കുല്ലി ഐനി വഹമ്മത്തിൻ, ഇഴജന്തുവിനെ തൊട്ട് കാക്കണേ. വലിയൊരു കാവലാണേ ഇഴജന്തുക്കളെ തൊട്ടുള്ള കാവലും മഹാന്മാരും മക്കൾക്ക് വേണ്ടിയിട്ട് തേടിയ ദുആയിലുണ്ട്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഇഴജന്തുവിന്റെ കാവൽ വല്ലാത്ത കാവല. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. പലപ്പോഴും പലരും പറഞ്ഞിട്ടുണ്ട്. ഒരിക്കൽ ഒരു സഹോദരൻ പറഞ്ഞതാ, പാലക്കാട് ജില്ലയിൽ അവരുടെ വീട്ടില് 2-2.5 വയസ്സുള്ള കുട്ടി കാർപോർച്ചിൽ കിടന്ന ഒരു പാമ്പിനെ ഇങ്ങനെ കയ്യിലെടുത്ത് ഉയർത്തിപ്പിടിച്ചു. പാമ്പാണെന്ന് ഓർത്ത്, എന്തോ സാധനമാണെന്ന് ഓർത്ത് പോയി കുട്ടി ഇങ്ങനെ എടുത്ത് കൈകൊണ്ട് പൊക്കിയപ്പോൾ അത് കൈ കിടന്ന് ഇങ്ങനെ പൊളയുന്നത് കണ്ട് ഓടി വന്നു. കടിച്ചില്ല. എന്നിട്ട് ആ സഹോദരൻ അത് ഓർത്ത് കരയാണ്. എന്തൊരു ഭാഗ്യമാണ് അള്ളാഹു ചെയ്തത്, എന്തൊരു ഭാഗ്യമാണ് അള്ളാഹു ചെയ്തത്. തൊട്ടിലിൽ ഇങ്ങനെ ചുറ്റിക്കിടന്ന് മണിക്കൂറുകളോളം, എന്നിട്ടും ഒന്നും ചെയ്തിട്ടില്ല. ഇതൊക്കെ വലിയൊരു കാവലാണ്. മഹാന്മാര് ഇഴജന്തുവിന്റെ കാവല്, കുഞ്ഞുങ്ങൾക്ക് കാവലുണ്ടാവാൻ വേണ്ടിയിട്ട് അള്ളാഹുവോട് ദുആ ചെയ്യുമായിരുന്നു. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അപ്പോൾ മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ദുആ ചെയ്തിട്ടുണ്ട്. ഇനി കണ്ടോട്ടോ മറ്റൊരു സംഭവം. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുഞ്ഞായിരിക്കുമ്പോഴും അവിടത്തേക്ക് വേണ്ടിയും, മക്കൾക്ക് കണ്ണേറുണ്ടാകുന്ന വിഷയത്തിലാണല്ലോ നമ്മളിപ്പോ വല്ലാത്ത ടെൻഷനാണ്. നമുക്കുണ്ടാവുന്ന കാര്യത്തിൽ പിന്നെ അവർ സഹിക്കാന്ന് വയ്ക്കാം. ഞാൻ പറയുന്നുണ്ട് അതിനെക്കുറിച്ച് ഇൻഷാ അല്ലാഹ്. മക്കൾക്ക് ഉണ്ടാകുന്നത് എല്ലാവർക്കും സഹിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ്. മക്കൾക്ക് ഉണ്ടായി കഴിഞ്ഞാൽ മന്ത്രിക്കേണ്ട ഒന്നാമത്തെ ദിക്ർ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അഊദു ബികലിമാത്തില്ലാഹി താമ്മത്തി മിൻ കുല്ലി ശൈത്വാനിൻ വഹമ്മത്തി വമിൻ കുല്ലി ഐനിൻ ലാമ. ഒരു ദിക്ർ അതാണ്. ഇനി പറയുന്നുണ്ട്, മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് കുഞ്ഞായിരിക്കുമ്പോൾ, ചോര കുഞ്ഞായി കയ്യിലിരിക്കുന്ന നേരത്ത് പോലും ആ പൊന്നുമോനും കണ്ണേറ് വരുമോ എന്ന് ഭയന്നിരുന്നു അവിടുത്തെ പ്രിയപ്പെട്ട വല്യുപ്പ അബ്ദുൽ മുത്തലിബ്. ചരിത്രത്തിലുണ്ട്. അബ്ദുൽ മുത്തലിബും പരിവാരങ്ങളും കഅബയുടെ മുറ്റത്തിങ്ങനെ നിൽക്കാണ്, മുറ്റത്തിങ്ങനെ വിശ്രമിക്കാണ്. കഅബ ശരീഫിന്റെ ചുമരിനോട് ചാരി കവളൊട്ടി അവിടെ നിന്നുകൊണ്ട് കഅബയുടെ സുഗന്ധം ആസ്വദിക്കും വിധം കഅബയെ വല്ലാതെ സ്നേഹിക്കുന്ന അബ്ദുൽ മുത്തലിബ് കഅബയോട് ചേർന്ന് ഇങ്ങനെ, കഅബയോട് പുന്നാരിച്ചിങ്ങനെ ഇരിക്കുന്ന ഒരു നേരമുണ്ട്. കഅബയോട് ചാരിയിരിക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുറം കൊണ്ട് ചാരി അവഹേളിക്കല്ല ചെയ്യുന്നത്. കഅബയോട് ചേർന്ന് കവിള് ചേർത്ത് വെച്ച് കഅബയെ സ്നേഹം പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നേരമുണ്ട്. അബ്ദുൽ മുത്തലിബിന് വല്ലാത്ത ഇഷ്ടമായിരുന്നു കഅബ. കഅബയുടെ പുനരുദ്ധാരണത്തിന് അള്ളാഹു നിയോഗിച്ച മഹാനാണ് അബ്ദുൽ മുത്തലിബ്, ചില്ലറക്കാരനല്ല. അബ്ദുൽ മുത്തലിബ് പൂർവകാല വേദങ്ങളിലൊക്കെ വല്ലാത്ത അവഗാഹമുള്ള ഒരു മഹാപണ്ഡിതനാണ്. മഹാനായ ഇമാം ഇബ്നു ഹജറിൻ അൽ ഹൈതമി തങ്ങൾ തുഹ്ഫയുടെ മുഖദ്ദിമയിൽ പറയുന്നുണ്ട്, അന്നഹു റഅ വഹുകിയ അന്നഹു റഅ സിൽസിലതൻ ബൈളാ ഖറജത് മിൻഹു ഫഉവിലത് ബിവലദിൻ യകൂനു കദാലിക എന്ന് തുഹ്ഫയിലെ തുടക്കത്തിൽ തന്നെ കാണാം. അത് ഷർവാനി വിശദീകരിക്കുന്നുണ്ട്. ഈ പൊന്നുമോൻ ജനിക്കുന്നതിന്റെ മുന്നേ തന്നെ ഒരുപാട് അടയാളങ്ങൾ, മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന പേരക്കുട്ടി തനിക്ക് ജനിക്കാൻ പോകുന്നതിനെ കുറിച്ച് ഒരുപാട് അടയാളങ്ങൾ നേരത്തെ തന്നെ അള്ളാഹു അറിയിച്ച മഹാനാണ് അബ്ദുൽ മുത്തലിബ്. വലിയ മഹാനായിരുന്നു അദ്ദേഹം. പൂർവകാല വേദങ്ങളിലൊക്കെ വലിയ പഠിപ്പും വിവരവുമുള്ള മനുഷ്യൻ. ഒരിക്കൽ സ്വപ്നം കണ്ടത് എങ്ങനെയാ? ഇസ്ലാമിക കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളുടെ ഏറ്റവും വലിപ്പത്തിൽ നിൽക്കുന്ന തുഹ്ഫയുടെ മുഖദ്ദിമയിൽ കാണാം. ഇബ്നു ഹജർ തങ്ങൾ രേഖപ്പെടുത്തുന്നു, അബ്ദുൽ മുത്തലിബ് ഒരു സ്വപ്നം കണ്ട് അദ്ദേഹത്തിന്റെ ഉദരത്തിൽ നിന്നും ഒരു ചങ്ങല, വെളുത്ത ചങ്ങല, സിൽസിലത്തുൻ ബൈളാ ഖറജത് മിൻഹു, അദ്ദേഹത്തിന്റെ ഉദരത്തിൽ നിന്നും കെട്ടി ദൂരേക്ക് നീട്ടിയിട്ടിരിക്കുന്ന ഒരു വെളുത്ത ചങ്ങലയിൽ, അതിൽ നിന്നും നിർഗളിക്കുന്ന, അതിൽ നിന്നും പ്രസരിക്കുന്ന പ്രകാശത്തിൽ ലോകം കുളിച്ചു നിൽക്കുന്ന ഒരവസ്ഥയിൽ പ്രകാശപൂരിതമായ ഭൂമിയെ കാണാണ്. ചങ്ങലയിൽ നിന്നുള്ള പ്രകാശം, ചങ്ങല ബന്ധിച്ചിരിക്കുന്നത് തന്റെ ഉദരത്തോട്. ഈ സ്വപ്നം കണ്ട് ഞെട്ടിയ അബ്ദുൽ മുത്തലിബ് തന്റെ പരിമിതമായ വിവരത്തിൽ വ്യാഖ്യാനിക്കാൻ നോക്കി. പക്ഷേ വ്യാഖ്യാനം എവിടെ എത്തുന്നില്ല. കാലഘട്ടത്തിലെ വ്യാഖ്യാതാക്കളായ പണ്ഡിതന്മാർ ഈ സ്വപ്നത്തിന് കൊടുത്ത വ്യാഖ്യാനം ലോകത്തിന്റെ അഷ്ടദിക്കുകളിലേക്ക് ഹിദായത്തിന്റെ വെളിച്ചമെത്തിക്കുന്ന ഒരു പൊന്നുമോൻ അങ്ങയുടെ തലമുറയിൽ വരാനുണ്ടെന്ന വ്യാഖ്യാനം അറിയിച്ചുകൊണ്ട് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിറവിക്ക് വേണ്ടി കാത്തിരുന്നു അബ്ദുൽ മുത്തലിബ്. പൂർവകാല വേദങ്ങളിൽ ഈ നബിയുടെ വരവിനെ കുറിച്ച് പറയപ്പെട്ടതിനെ ആ വേദങ്ങളിലൊക്കെ
നൈപുണ്യമുള്ള പലരും കാത്തിരുന്നു. മുഹമ്മദ് എന്നായിരിക്കും സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കുട്ടിയുടെ പേരെന്നും പലരും മനസ്സിലാക്കിയിരുന്നു. അതനുസരിച്ച് ഉണ്ടായ കുട്ടികൾക്ക് ഇസ്രായേലി സമൂഹവുമായി ബന്ധപ്പെട്ട് നിന്ന പലരും മുഹമ്മദ് എന്ന പേര് വെച്ചുവെങ്കിലും 15ഓളം കുട്ടികൾക്ക് മുഹമ്മദ് എന്ന പേര് സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നതിന്റെ മുമ്പ് വെക്കുകയും 15ഓളം കുട്ടികളും മരിച്ചു പോവുകയും ചെയ്തു എന്ന് ഇബ്നു ഹജർ തങ്ങൾ തന്നെ തുഹഫയുടെ മുഖദ്ദിമയിലും ഷർവാനി വിശദീകരിക്കുന്നതും കാണാം. അപ്പൊ അത്രത്തോളം കാത്തിരുന്ന് കിട്ടുന്ന ഒരു കനിയാണ് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അബ്ദുൽ മുത്തലിബ് എന്ന മഹാൻ ഈ പൊന്നുമോൻ പിറന്നു എന്ന വാർത്ത കാതോർക്കാൻ വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുമ്പോൾ കഅബയുടെ മുറ്റത്തേക്ക് ഒരാൾ ഓടി വന്നിട്ട് പറഞ്ഞു, ആമിന റളിയല്ലാഹു അൻഹ പ്രസവിച്ചു. ഓടിച്ചെല്ലാണ് പ്രിയപ്പെട്ട മരുമകളുടെ അടുത്തേക്ക്. അബ്ദുള്ള എന്നവർ വഫാത്തായിരിക്കാണ്. പിന്നെ ഈ പൊന്നുമോനെ പരിപാലിക്കാനും മരുമകളുടെ തുടർന്നുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനും അവിടെ ഒരു സംരക്ഷകനായി ഉള്ളത് അബ്ദുൽ മുത്തലിബ്. ചെന്നിട്ട് ആ ചോരക്കുഞ്ഞിനെ കയ്യിലേക്ക് എടുത്തിട്ട് ഓടി വരാണ് കഅബയുടെ മുറ്റത്തേക്ക്. അബ്ദുൽ മുത്തലിബ് പൂർവ്വകാലവേദങ്ങളിൽ നൈപുണ്യവും അവഗാഹവുമുള്ള മഹാനാണ് എന്ന് പറഞ്ഞല്ലോ. ആ മഹാൻ കഅബയുടെ മുറ്റത്തേക്ക് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന കുഞ്ഞുമോനെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് സന്തോഷം വന്നപ്പോൾ മഹാപണ്ഡിതനായ അബ്ദുൽ മുത്തലിബിന്റെ മനസ്സിന്റെ അകത്ത് വന്ന വാക്കുകൾ കവിത രൂപത്തിൽ പുറത്തേക്ക് നിർഗളിച്ചു. അൽഹംദുലില്ലാഹില്ലദീ അഅ്താനി ഹാദൽ ഗുലാമ തുയ്യിബൽ അർദാനി قصاد في المهدي على الغلمان أعيذه بالبيت ذي الأركان من حاسد مضطرب العينان أنت الذي سميت في القرآن. ഞാൻ വിശദീകരിക്കുന്നില്ല, ഈ ബൈത്ത് അങ്ങ് പാടാൻ തുടങ്ങി. ഇങ്ങനെ നീണ്ടുപോകുന്ന ബൈത്ത്, എത്രയോ വരികളുണ്ട്. ഈ ബൈത്ത്, ഈ ചരിത്രം ധാരാളം ചരിത്ര ഗ്രന്ഥങ്ങളിലുണ്ട്. ഏറ്റവും എളുപ്പത്തിൽ നമുക്കിത് കണ്ടെത്താൻ കഴിയും. ഷറഫലാന മൗലൂദിലും ഇത് പറയുന്നുണ്ട്. അബ്ദുൽ മുത്തലിബ് ഇങ്ങനെ തുടങ്ങാണ്. അൽഹംദുലില്ലാ, പടച്ചറബ്ബേ ഈ പൊന്നുമോനെ എന്റെ പരമ്പരയിൽ തന്നല്ലോ അല്ലാഹ്. അൽഹംദുലില്ലാഹില്ലദീ അഅ്താനി, എനിക്ക് തന്നല്ലോ അല്ലാഹ്. ഹാദൽ ഗുലാമ തുയ്യിബൽ അർദാനി, കാലം കാതോർത്തിരുന്ന ഈ കനിയെ എന്റെ തലമുറയിൽ തന്ന അല്ലാഹ് നിനക്ക് സ്തുതി പറയുന്നു. അൽഹംദുലില്ലാ. അബ്ദുൽ മുത്തലിബ് അൽഹംദു കൊണ്ടാണ് തുടങ്ങുന്നത്. അൽഹംദു കൊണ്ട് തന്റെ വികാര പ്രകടനം കവിതയിലൂടെ മഹാനവറുകൾ പറയുമ്പോൾ മനസ്സിലാക്കിക്കോ, അൽഹംദു എന്ന് പറയാൻ കഴിയുന്നത് ഒരു മുത്തഖിയായ മനുഷ്യന് മാത്രമാണ്. അള്ളാഹുവോട് അത്രയും ഹൃദയബന്ധമുള്ള ആൾക്ക് മാത്രമാ ഹംദു കൊണ്ട് തുടങ്ങാൻ കഴിയൂ. കാരണം എന്താ? ഇബ്ലീസ് പണ്ട് ഇബാദത്തിൽ ഒരു കാലത്തും അൽഹംദുലില്ലാ പറഞ്ഞിട്ടില്ലൊരു മറത്തും. മഹാനായ അബ്ദുൽ മുത്തലിബിനുണ്ടായ സൂക്ഷ്മതയാണ് അൽഹംദുലില്ലാ കൊണ്ട് തുടങ്ങാൻ കാരണം. 80,000 കൊല്ലം അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന് ഇബാദത്ത് ചെയ്ത വ്യക്തിയാണ് ഇബ്ലീസ്. 40,000 കൊല്ലം സ്വർഗലോകത്തിന്റെ കാവൽക്കാരനായിരുന്നു ഇബ്ലീസ്. 20,000 കൊല്ലം മഹാന്മാരായ മലക്കുകൾക്ക് ദറസ് നടത്തിയ ആളാണ് ഇബ്ലീസ്. 14,000 കൊല്ലം ഭൂമിയിൽ വന്നുകൊണ്ട് കഅബക്ക് തവാഫ് ചെയ്ത ആളാണ് ഇബ്ലീസ്. 14,000 കൊല്ലം ബൈത്തുൽ മഅമൂറിനെ തവാഫ് ചെയ്ത വ്യക്തിയാണ് ഇബ്ലീസ്. കറൂബിയൻ വിഭാഗത്തിന്റെ നേതാവായി 10,000 കൊല്ലം നിന്ന ആളാണ് ഇബ്ലീസ്. ഇങ്ങനെ അങ്ങ് തുടങ്ങിയാൽ ധാരാളം വിശേഷണമുള്ള 80,000 കൊല്ലം അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന് ഇബാദത്ത് ചെയ്ത ഇബ്ലീസിന്റെ വായിൽ ഒരിക്കലും വരാത്ത വാക്കാണ് അൽഹംദുലില്ലാഹ്. ആ വാക്ക് വന്നിട്ടില്ല. വഹബന്നവർ പറയുന്നു, പറഞ്ഞിരുന്നെങ്കിലേ വീഴുന്നതല്ല ഒരു കാലവും ഈ കുഴിയിലേ. മഹാനായ വഹബ് ബിൻ മുനബ്ബിഹ് റളിയല്ലാഹു അൻഹു പറയാണ്, ഒരു വട്ടമെങ്ങാനും ഇബ്ലീസ് അൽഹംദുലില്ലാ പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും ഈ ഇബ്ലീസ് എന്ന പദവിയിൽ അവൻ എത്തൂലായിരുന്നു. അവിടെയാണ് ഇബ്ലീസും അബ്ദുൽ മുത്തലിബും തമ്മിലുള്ള വ്യത്യാസം. നമുക്ക് വ്യത്യാസം ഉണ്ടോ ഇല്ലെന്നുള്ളത് നമ്മൾ തന്നെ തീരുമാനിക്കുക. അൽഹംദുലില്ലാ പരമാവധി പറയാം. കച്ചവടം എങ്ങനെ ഉണ്ടായിരുന്നു? വളരെ മോശമായിരുന്നു. എന്ത് മോശവും നല്ലതൊക്കെ അള്ളാഹ്ക്കല്ലേ അറിയൂ. അൽഹംദുലില്ലാ മോശമായിരുന്നു എന്ന് പറഞ്ഞു. എങ്ങനെ ഉണ്ടായിരുന്നു കല്യാണം? വളരെ മോശമായിരുന്നു. അങ്ങനല്ല, നമ്മള് തനി മലയാളിയാവാൻ നിൽക്കരുത്. ഒരുപാട് കാര്യങ്ങൾക്ക് മലയാളികൾക്കുള്ളൊരു പോരായ്മകളുണ്ട്. അതില് പെട്ട ഒന്നാണ്. എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ല, തരക്കേടില്ല, അങ്ങനെ പറയുള്ളൂ. അങ്ങനെ അത്ര വലിയ മെച്ചമൊന്നുമില്ലാന്നേ അങ്ങനെ പറയൂ. ഇല്ല നെഗറ്റീവ്.
കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ കുഴപ്പമുണ്ടെന്നല്ലോ, നന്നായിരുന്നു എന്നുള്ളതിനർത്ഥം. അപ്പൊ നന്നായിരുന്നു എന്നങ്ങോട്ട് പറഞ്ഞാൽ പോലെ. ഇതിനെ കുഴപ്പമില്ല എന്ന് പറയണ ഇല്ല എന്ന വാക്ക് എവിടെയും നമ്മുടെ നാവിൽ വരും. അതൊരു മലയാളി പോരായ്മയാണ്. മലയാളികൾ അങ്ങനെ പറയുള്ളൂ. ഇല്ല, അങ്ങനെയല്ല പറയണ്ട. അൽഹംദുലില്ലാ, തരക്കേടില്ലായിരുന്നു, നന്നായിരുന്നു, വളരെ മനോഹരായിരുന്നു, അൽഹംദുലില്ലാ, മാഷാ അല്ലാഹ്. ഈ അൽഹംദുലില്ലാ പരമാവധി നാവിൽ വരണം. ആദ്യം സ്വർഗത്തിൽ പോകുന്നത് ആരാണ് നബിയെ? സ്വഹാബികൾ ചോദിച്ചു. അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞു, അവ്വലു മൻ യദ്ഖുലുൽ ജന്ന, സ്വർഗത്തിലേക്ക് ആദ്യം കടന്നു വരുന്നത്. ഇമാം ബൈഹഖി ഉദ്ധരിക്കുന്നുണ്ട്, സ്വർഗലോകത്തിലേക്ക് ആദ്യം കടന്നു വരുന്നവർ സങ്കടം വന്നപ്പോഴും സന്തോഷം വന്നപ്പോഴും അൽഹംദുലില്ലാ പറഞ്ഞവരാരോ അവരാണ് സ്വർഗത്തിലേക്ക് ആദ്യം കടന്നവരാ എന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അതുകൊണ്ട് സ്വർഗത്തിലേക്ക് കടന്നു വരുന്നവരുടെ യോഗ്യത ഇബ്ലീസ് പറയാത്ത വാക്ക് കൂടുതൽ ജീവിതത്തിൽ ഉദ്ധരിച്ചു എന്നുള്ളതാണ്. എന്നാലും അവർ സ്വർഗത്തിലേക്ക് കടന്നു വരുമ്പോഴും അവർ പറയുന്നത് വസീഖല്ലദീന തഖൗ റബ്ബഹും ഇലൽ ജന്നതി സുമുറാ ഹത്താ ഇദാ ജാഊഹാ വഫുതിഹത് അബ്വാബുഹാ വഖാല ലഹും ഖസനതുഹാ സലാമുൻ അലൈക്കും തിബ്തും ഫദ്ഖുലൂഹാ ഖാലിദീൻ വഖാലു അൽഹംദുലില്ലാഹില്ലദീ സ്വദഖനാ വഅദഹു വഔറഥനൽ അർള നതബവ്വഉ മിനൽ ജന്നതി ഹൈസു നസാ ഫനിഅമ അജ്റുൽ ആമിലീൻ. സൂറത്ത് സുമറിന്റെ 74-ാമത്തെ ആയത്ത്, സൂറത്ത് സുമറിന്റെ 73-ാമത്തെ ആയത്ത്. സ്വർഗവാസി സ്വർഗത്തിലേക്ക് വരുന്ന കാണുമ്പോൾ മലക്കുകൾ അത്ഭുതപ്പെട്ടു പോകും. ബഹുമാനം കൊണ്ട് അങ്ങോട്ട് സലാം പറയും. പ്രോട്ടോകോളിനെതിരാണ്. ഇങ്ങോട്ട് വരുന്നവൻ അവിടെ നിൽക്കുന്നവനോടാണ് സലാം പറയേണ്ടത്. പക്ഷേ സ്വർഗത്തിലേക്ക് വരുന്ന ഈ മഹാന്മാരെ കാണുമ്പോൾ മലക്കുകൾ അങ്ങോട്ട് ബഹുമാനം കൊണ്ട് സലാം പറഞ്ഞു പോകും. ആ മഹത്തുക്കൾ സ്വർഗത്തിലേക്ക് കാൽ വെച്ച് കടക്കുമ്പോൾ അവർ ആദ്യം തന്നെ പറയുന്നത് അൽഹംദുലില്ലാഹ്. അൽഹംദുലില്ലാ കൂടുതൽ പറഞ്ഞത് കൊണ്ടാ സ്വർഗം കിട്ടിയത്. അൽഹംദുലില്ലാ കൂടുതൽ പറഞ്ഞത് കൊണ്ടാ സ്വർഗം കിട്ടിയത്. ഇപ്പോൾ ഇവൻ പിന്നെയും അൽഹംദുലില്ലാ പറഞ്ഞാൽ, ഈ പറഞ്ഞ അൽഹംദുലില്ലക്ക് ഇനി എപ്പോഴാ കൂലി കൊടുക്കാം? സ്വർഗത്തിലേക്ക് വന്നപ്പോൾ പറഞ്ഞ അൽഹംദുലില്ലക്ക് ഇനി എന്താണ് കൂലി കൊടുക്കാം? സ്വർഗവാസിയുടെ കാര്യം അത്ഭുതമല്ലേ? സത്യവിശ്വാസിയുടെ കാര്യം അത്ഭുതമല്ലേ? അജബൽ അംറിൽ മുഅ്മിനി, മുഅ്മിനിന്റെ കാര്യം അത്ഭുതമാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു ആ മുഅ്മിനീങ്ങളിൽ നമ്മളെ പെടുത്തട്ടെ. അപ്പൊ അൽഹംദുലില്ലാ കൊണ്ട് അബ്ദുൽ മുത്തലിബ് അവിടെ പ്രാർത്ഥന തുടങ്ങാണ്, കവിത തുടങ്ങാണ്. അൽഹംദുലില്ലാ, പടച്ചവന് സ്തുതി പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, എന്റെ പൊന്നുമോൻ ഖസാദ ഫിൽ മഹദി അലൽ ഗൽമാനി, തൊട്ടിൽ പ്രായത്തിൽ തന്നെ ലോകത്തിന്റെ നേതാവായി കഴിഞ്ഞ് എന്റെ പൊന്നുമോൻ പറയാണ്. ഈ മോനെ കുറിച്ച് അത്ര കണ്ട് നിരീക്ഷണ ബോധമുണ്ട്. ഈ മോനെ കുറിച്ച് അത്ര കണ്ട് ചിന്തിച്ചിട്ടുണ്ട്. ഈ മോന്റെ വരവിനെ കുറിച്ച് പ്രമാണങ്ങൾ പഠിച്ചിട്ടുണ്ട്. അബ്ദുൽ മുത്തലിബ് പറയാ, ലക്ഷണങ്ങളെല്ലാം പൂർണ്ണമായ മോൻ, തൊട്ടിലിൽ തന്നെ ലോകത്തിന്റെ നേതാവാണ് എന്റെ പൊന്നുമോൻ. അല്ലാഹുവേ, ലോകത്തിന്റെ നേതാവായ അത്ഭുതത്തിന്റെ കലവറയായ സാവാ തടാകം വറ്റിവരണ്ടു പോയ കഅബ ശരീഫിന്റെയും മറ്റ് ദേവാലയങ്ങളുടെയും അകത്ത് കുമിഞ്ഞുകൂടി തല ഉയർത്തിപ്പിടിച്ചിരുന്ന വിഗ്രഹങ്ങൾ തലകീഴായി മറിഞ്ഞു പോകും വിധം വലിയ വലിയ അത്ഭുതങ്ങൾ 2000 കൊല്ലം ജ്വലിച്ചു നിന്നിരുന്ന തീ ആരാധനയുടെ ഏറ്റവും വലിയ പ്രതിബിംബമായിരുന്ന തീക്കുണ്ടാരം പോലും ഏതൊരു പൊന്നുമോന്റെ പിറവിയോടനുബന്ധമായാണോ അണഞ്ഞു പോയത്, ആ പൊന്നുമോൻ ബാല്യത്തിൽ, ശൈശവത്തിൽ, ചോരപ്രായത്തിൽ തന്നെ അല്ലാഹുവേ ലോകത്തിന്റെ നേതാവാണ്. മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് അബ്ദുൽ മുത്തലിബ് ഇങ്ങനെ പറയാ. അത്രയും വലിയ നേട്ടവും ഭംഗി എന്ന് പറഞ്ഞാൽ പിന്നെ പറയാനില്ലല്ലോ. എന്താണ് ഭംഗി, എന്താണ് ഒരു സൗന്ദര്യം, എന്താണ് അന്ത തത്ലുഉ ബൈനനാ ഫിൽ കവാകിബി കൽ ബുദൂർ ബൽ വഅശ്റഫു മിൻഹു യാ സയ്യിദി ഖൈറൻ നബി. ഭംഗി എന്താ പറയാൻ കഴിയില്ല, വല്ലാത്ത ഭംഗി. എല്ലാം കൊണ്ടും ഇങ്ങോട്ട് കണ്ണിനും മനസ്സിനും ഒക്കെ സന്തോഷം തരുന്ന ഈ പൊന്നുമോന് കണ്ണേറ് കിട്ടുമല്ലാ.
മഹാനവറുകൾ ഇങ്ങനെ പ്രാർത്ഥനാ കാവ്യം ഇങ്ങനെ ഉരവിട്ടുകൊണ്ട് ഇങ്ങനെ ഹൃദയത്തെ സ്പർശിക്കും വിധം, കേട്ടിരിക്കുന്നവർ അത്ഭുതപ്പെടും വിധം അള്ളാഹുവോട് കാവൽ തേടുന്ന കഅബയുടെ മുന്നിൽ വന്നുകൊണ്ട് മിൻ ഹാസിദിൻ മുളതാരിബിൽ ഐനാനി, അള്ളാഹുവേ അസൂയാലുവിന്റെ അസൂയയെ തൊട്ടെന്റെ പൊന്നുമോനെ നീ കാക്കണേ. പിന്നെയോ കണ്ണേർ ഉണ്ടാക്കുന്ന കരിങ്കണ്ണന്റെ കണ്ണേറിൽ നിന്നും എന്റെ പൊന്നുമോനെ നീ കാക്കണേ. സയ്യിദുനാ അബ്ദുൽ മുത്തലിബ് എന്ന മഹാനവറുകൾ തങ്ങൾ ദുആ ചെയ്യുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ മഹാന്മാരുടെ ജീവിതത്തിൽ പോലും ഈ കണ്ണേറ് വല്ലാത്ത ഒരു പ്രതിസന്ധിയായിരുന്നു. ഈ കണ്ണേറിന് അവർ ഭയന്നിരുന്നു. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇനി മറ്റൊരു സംഭവം കണ്ടോ. മഹാനായ ഇബ്നു കസീർ അദ്ദേഹത്തിന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തുന്ന ഒരു സംഭവം. അതുപോലെ തന്നെ മഹാനായ അശ്ശൈഖ് മുഹമ്മദ് ബിൻ മുസ്തഫ ബിൻ ഉസ്മാൻ എന്നവര് അദ്ദേഹത്തിന്റെ ബരീഖത്തുൽ മഹ്മൂദിയ ഫി ശർഹി തുരീഖത്തി മുഹമ്മദിയ എന്ന ഗ്രന്ഥത്തിലും രേഖപ്പെടുത്തുന്നുണ്ട് ഒരു സംഭവം. മറ്റു പല മുഫസ്സിരീങ്ങളും രേഖപ്പെടുത്തുന്നുണ്ട്. അലി റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം, അന്ന ജിബ്രീൽ അലൈഹിസ്സലാം അത്തൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫവാഫഖഹു മുഗ്തമ്മ. കണ്ണേർ, കുട്ടികൾക്ക് കണ്ണേർ വന്നു കഴിഞ്ഞാൽ മന്ത്രിക്കേണ്ട ഒന്നാമത്തെ ദിക്ർ പറഞ്ഞിരുന്നു, അഊദു ബികലിമാത്തില്ലാഹി താമ്മത്തി മിൻ കുല്ലി ശൈത്വാനിൻ വഹാമ്മത്തി വമിൻ കുല്ലി ഐനിൻ ലാമ. ഇനി രണ്ടാമത്തെ ദിക്റിലേക്കുള്ള ഹദീസാണ് ഇനി പറയാൻ പോകുന്നത്. സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാം ഒരിക്കൽ അല്ലാഹുവിന്റെ ഹബീബിന്റെ അടുക്കൽ വന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഫവാഫഖഹു മുഗ്തമ്മ, അല്ലാഹുവിന്റെ ഹബീബ് ടെൻഷൻ ആയിരിക്കുന്നത് കണ്ടു, ടെൻഷൻ. ഫഖാല, ജിബ്രീൽ ചോദിച്ചു അലൈഹിസ്സലാം, യാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ ഹബീബേ, മാ ഹാദൽ ഗമ്മുല്ലദീ അറാഹു ഫീ വജ്ഹിക, അങ്ങയുടെ മുഖത്ത് ഞാൻ കാണുന്ന ഈ മനപ്രയാസം എന്താണ് നബിയെ? ജിബ്രീൽ അലൈഹിസ്സലാം ചോദിക്കാണ്. ഖാല, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൈ ചൂണ്ടിയിട്ട് പറഞ്ഞു, അൽ ഹസന വൽ ഹുസൈന, ജിബ്രീലെ ഹസൻ ഹുസൈനെ കണ്ടോ? അസ്വാബത്തുഹുമൽ ഐനു, ഈ രണ്ടു പേർക്കും കണ്ണേർ ബാധിച്ചിട്ടുണ്ട് ജിബ്രീലെ. ആരാ പറയുന്നത്? മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹസനും ഹുസൈനും കണ്ണേർ ബാധിച്ചിട്ടുണ്ട്, അതാണ് എന്റെ ടെൻഷൻ. ഈ സംഭവം എവിടെ ഉണ്ടെന്നാ ഞാൻ പറഞ്ഞത്. ഇബ്നു തീമിയയുടെ ശിഷ്യൻ ഇബ്നു കസീറിന്റെ തഫ്സീറിൽ കാണാം. ഇബ്നു തീമിയയുടെ ശിഷ്യൻ ഇബ്നു കസീർ ഈ ഹദീസ് ഉദ്ധരിക്കുന്നുണ്ട്. സൂറത്തുൽ ഖലമിന്റെ അവസാനത്തെ ആയത്തിന്റെ വ്യാഖ്യാനം പറയുന്നിടത്ത് 3 പേജാണ് ഇത് സംബന്ധമായിട്ട് അദ്ദേഹം, ഇബ്നു തീമിയയുടെ ശിഷ്യൻ എന്ന് എടുത്തു പറയുന്നത്, കണ്ണേർ ഒരു കാലഘട്ടത്തിൽ നിഷേധിച്ചിരുന്ന ആളുകളുടെ ഏറ്റവും വലിയ ശൈഖുൽ ഇസ്ലാമാണ് ഇബ്നു തീമിയ. അദ്ദേഹത്തിന്റെ ശിഷ്യനായ ഇബ്നു കസീർ രേഖപ്പെടുത്തുന്നത്, ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമയ്ക്ക് കണ്ണേർ ബാധിച്ചിട്ടുണ്ട് ജിബ്രീലെ, അതാ എന്റെ ടെൻഷൻ. ഖാല, അപ്പോൾ ജിബ്രീൽ ഹബീബിനോട് പറയുന്നു, സദ്ദിഖ് ബിൽ ഐനി, മുഹമ്മദ് നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം, കണ്ണേർ സത്യമാണ് ട്ടോ, കണ്ണേറിനെ അംഗീകരിക്കണേ. സദ്ദിഖ് ബിൽ ഐനി, കണ്ണേറിനെ അംഗീകരിച്ചോളൂ. നിഷേധിച്ച നബിയോടല്ല പറഞ്ഞത്, നിലവിൽ അംഗീകരിച്ച നബിയോട് തന്നെ പറയുന്നു, കണ്ണേറിനെ അംഗീകരിക്കണേ നബിയെ. ഫഇന്നൽ ഐന ഹഖുൻ, കണ്ണേർ സത്യമാ നബിയെ. സയ്യിദുനാ ജിബ്രീൽ, അപ്പോൾ കണ്ണേർ ബാധിച്ചു. അപ്പോൾ അഫലാ അവത്തഹുമാ ബിഹഉലാഇൽ കലിമാത്ത്, ഞാൻ ഇനി പറയാൻ പോകുന്ന കലിമത്തുകൾ കൊണ്ട്, ഞാൻ ഇനി പറയാൻ പോകുന്ന ദിക്റുകൾ കൊണ്ട്, ഞാൻ ഇനി പഠിപ്പിച്ചു തരാൻ പോകുന്ന ദുആ കൊണ്ട് പൊന്നാര മക്കളെ ഒന്നും മന്ത്രിക്കാൻ പാടില്ലായിരുന്നു നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ കുട്ടികളെ മന്ത്രിക്കണം. കുട്ടികൾക്ക് കണ്ണേർ ബാധിക്കുന്ന വിഷയത്തിൽ പ്രവാചകന്മാർ ഭയന്നിരുന്നു. ജിബ്രീൽ അലൈഹിസ്സലാം കണ്ണേർ ബാധിച്ച കുട്ടികളെ മന്ത്രിക്കാൻ വേണ്ടിയിട്ടുള്ള അടുത്ത ദിക്ർ പഠിപ്പിച്ചു കൊടുക്കുന്നു. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നുണ്ട്, വമാ ഹുന്ന യാ ജിബ്രീൽ, ജിബ്രീൽ അലൈഹിസ്സലാം ഏതൊക്കെയാണ് ആ ദിക്ർ എന്ന് പറഞ്ഞാലും. ഖാല, ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, ഖുൽ, അവിടുന്ന് പറയണേ നബിയെ, ഇതാണ് ദിക്ർ. അല്ലാഹുമ്മ ദസ്സുൽത്താനിൽ അലീമി വൽ മന്നിൽ ഖദീമി വൽ കലിമാത്തി താമ്മാത്തി വദ്ദഅവാത്തിൽ മുസ്തജാബാത്തി ആഫിൽ ഹസന വൽ ഹുസൈന മിൻ അൻഫുസിൽ ജിന്നി വഅഅ്യുനിൽ ഇൻസ്. ഇതാണ് ദിക്ർ.
ദിക്റിന്റെ അർത്ഥം ഞാൻ പറഞ്ഞു തരാം. ഈ ദിക്ർ അങ്ങ് ചൊല്ലിയിട്ട് ഒരു ഒറ്റയിട്ട സംഖ്യ 11 ആവാം, 21 ആവാം, 101 ആവാം, എത്രയാണെങ്കിലും കണ്ണേറിന്റെ ശക്തി അനുസരിച്ച് ഈ ദിക്ർ അങ്ങ് ചൊല്ലി മന്ത്രിക്ക് നബിയെ. ഈ ദിക്ർ രണ്ട് മക്കളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബ് അങ്ങ് ചൊല്ലി മന്ത്രിച്ചു. അപ്പോൾ തന്നെ തളർന്നു കിടക്കുന്ന രണ്ട് മക്കളും ചാടി എഴുന്നേറ്റുകൊണ്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ വെച്ചിട്ട് പെട്ടെന്ന് കളിയും ചിരിയുമായി ഓട്ടവും ചാട്ടവുമായി. ഫഖാല നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇത് കണ്ട അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, അവ്വിദൂ അൻഫുസകും, നിങ്ങളുടെ സ്വന്തം ശരീരത്തിനെ നിങ്ങൾ മന്ത്രിക്കണം. വനിസാഅകും, നിങ്ങളുടെ വീട്ടിലെ പെണ്ണുങ്ങളെയും നിങ്ങൾ മന്ത്രിക്കണം. വഔലാദകും, നിങ്ങളുടെ വീടുകളിലെ കുട്ടികളെയും നിങ്ങൾ മന്ത്രിക്കണം. ബിഹാദിഹി തഅ്വീദി, ജിബ്രീൽ പഠിപ്പിച്ചു തന്ന ഈ ദിക്ർ കൊണ്ട് മന്ത്രിക്കണം. ഫഇന്നഹു ലം യതഅവ്വദിൽ മുതഅവ്വിദൂന ബിമിസ്ലിഹി, ഇത്രയും പവറുള്ള വേറൊരു ദിക്ർ ഇല്ല എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അത്രയും പവറുള്ള ഒരു ദിക്റാണ്. പെണ്ണുങ്ങളെയും മന്ത്രിക്കണം. വീട്ടിലെ സ്ത്രീകൾക്ക് ക്ഷീണം കൂടുതലുണ്ടാവും, ഇത് മന്ത്രിക്കണം. സ്വയം മന്ത്രിക്കാം. സ്വയം മന്ത്രിക്കത് ഓതി സ്വയം വെള്ളത്തിൽ ഊതി കുടിക്കുകയോ ശരീരത്തിൽ ഊതുകയോ കയ്യിൽ ഊതിയിട്ട് ശരീരം മുഴുവൻ തടവുകയോ ചെയ്യുക. ഇതിന്റെ ശാസ്ത്രീയമായ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിലേക്കൊന്നും കയറേണ്ട കാര്യമില്ല. നമുക്ക് ഖുർആനും ഹദീസൊക്കെ ഇത്രയും വ്യക്തമാക്കി പറയുമ്പോൾ നമ്മളത് അംഗീകരിക്കട്ടെ. എന്തായാലും കുഞ്ഞുങ്ങൾക്ക് കണ്ണേറ് വന്നാൽ നിർബന്ധമായും മന്ത്രിക്കേണ്ട ഏറ്റവും പവറുള്ള ദിക്ർ, അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഒരൊറ്റ സംഭവം കൂടി പറഞ്ഞിട്ട് ഞാൻ തൽക്കാലം ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാണ് ഇൻഷാ അല്ലാഹ്. മറ്റൊരു ഹദീസ് ഇമാം റാസി രേഖപ്പെടുത്തുന്നു. അൻ ഉബാദത്ത് ബിൻ സാമിത്ത് റളിയല്ലാഹു അൻഹു അന്നഹു ഖാൽ, മഹാനായ സ്വഹാബി പ്രമുഖൻ ഉബാദ റളിയല്ലാഹു അൻഹു പറയുന്നു, ദഖൽതു അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ അവ്വലിൻ നഹാർ, ഒരിക്കൽ ഒരു രാവിലെ റസൂലുള്ളാഹിയുടെ അടുക്കൽ ഞാൻ ചെന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഫറഅയ്തുഹു ശദീദൽ വജ്ഇ, ആ സമയത്ത് അല്ലാഹുവിന്റെ ഹബീബ് ശക്തമായ മേലുവേദന കൊണ്ട് കിടക്കുന്നു, ശരീരം വേദന കൊണ്ട് തളർന്നു കിടക്കുന്നു. സുമ്മ ഉഅ്തു ഇലൈഹി ആഖിറൻ നഹാർ, ഞാൻ അങ്ങനെ നബിയെ സന്ദർശിച്ചു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ എന്റെ വഴിക്ക് പോകേണ്ടിടത്തൊക്കെ പോയിട്ട് വൈകുന്നേരം വന്നു ഞാൻ തിരിച്ച് എന്റെ ഹബീബിനെ എങ്ങനെ ഉണ്ടെന്നറിയാൻ വേണ്ടി. ഞാൻ അവിടെ ചെന്നപ്പോൾ മുആഫ, അള്ളാഹുവിന്റെ ഹബീബ് വല്ലാത്ത ആരോഗ്യത്തിൽ നല്ല സന്തോഷത്തിലായിരിക്കുന്നത്. രാവിലെ കണ്ട നബിയല്ല, വൈകുന്നേരം വന്നപ്പോൾ ഞാൻ ചോദിച്ചു, എന്ത് പറ്റി നബിയെ? ഞാൻ രാവിലെ കണ്ടപ്പോൾ അങ്ങ് തളർന്നിരിക്കായിരുന്നു, വൈകുന്നേരം വന്നപ്പോൾ അങ്ങ് വല്ലാത്ത ഉഷാറാണല്ലോ, എന്താണ് നബിയെ എന്ന് ചോദിച്ചപ്പോൾ ഫഖാല, അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, ഇന്ന ജിബ്രീൽ അലൈഹിസ്സലാം, ഓ ഉബാദ, മഹാനായ ജിബ്രീൽ എന്റെ അടുക്കൽ വന്നു. നീ എന്റെ അടുക്കൽ വന്ന് പോയ ശേഷം എന്റെ അടുക്കൽ ജിബ്രീൽ വന്നു. ഫറഖാനി, ജിബ്രീൽ അലൈഹിസ്സലാം എന്നെ മന്ത്രിച്ചു. ഉബാദ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ജിബ്രീൽ മന്ത്രിച്ചു. അപ്പൊ ജിബ്രീലൊക്കെ മന്ത്രിക്കൂലേ? ആ ജിബ്രീൽ മന്ത്രിക്കും. ജിബ്രീൽ മന്ത്രിച്ചു. എന്താ മന്ത്രിച്ചെന്നറിയോ? ആ ദിക്റും കണ്ണേറിന്റെ മന്ത്രത്തിനുള്ളതാണ്. ബിസ്മില്ലാഹി അർഖീക മിൻ കുല്ലി ഷൈഇൻ യുഅദീക വമിൻ കുല്ലി ഐനിൻ വഹാസിദിൻ അല്ലാഹു യശ്ഫീക സയ്യിദുനാ ജിബ്രീൽ. നേരത്തെ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ മന്ത്രിച്ച പവറുള്ള ദിക്റിന്റെ അർത്ഥം ഞാൻ പറഞ്ഞിട്ടില്ല. അതും പറയാം, ഇതും പറയാം. ഈ രണ്ടിന്റെ അർത്ഥം പറഞ്ഞു തരാം. അങ്ങനെ ജിബ്രീൽ ഈ ദിക്റും ചൊല്ലി മന്ത്രിച്ചു. അപ്പോഴാണ് എനിക്ക് ബോധം വന്നത്. ഉബാദ, മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ തളർന്നു കിടക്കായിരുന്നു, എനിക്കൊരു ബോധം തന്നെ വന്നത്, എനിക്കൊരു ഉന്മേഷം വന്നത് അപ്പോഴാണ്. ഇപ്പൊ ഈ 3 ദിക്റാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ആ 3 ദിക്റും ഇൻഷാ അല്ലാഹ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. ആദ്യം പറഞ്ഞ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമെ മന്ത്രിച്ച ഏറ്റവും പവറുള്ള ദിക്ർ, നിങ്ങൾ നിങ്ങളുടെ കുട്ടികൾക്കും സ്ത്രീകൾക്കും നിങ്ങൾക്കും മന്ത്രിക്കണമെന്ന് നിബിധങ്ങൾ വളരെ കർശനമായ ഭാഷയിൽ പറയുന്ന പോലെ ഗൗരവത്തോടു കൂടെ പറഞ്ഞ ആ ദിക്ർ, ആ ദിക്റിന്റെ അർത്ഥം കേട്ടോ. ആ ദിക്ർ ഇതാണ്: അല്ലാഹുമ്മ ദസ്സുൽത്താനിൽ അസീം, മഹോന്നതമായ അധികാരത്തിന്റെ ഉടമയായ റബ്ബേ, വൽ മന്നിൽ ഖദീം, പണ്ടേ പഴക്കമുള്ള വളരെ പഴക്കമുള്ള ഗുണത്തിന്റെയും നന്മയുടെയും ഉടമയായ അല്ലാഹ്, വൽ കലിമാത്തി താമ്മാത്തി, കലിമാത്തു താമ്മാത്തായ മഹാന്മാരെ, നേരത്തെ നമ്മൾ പറഞ്ഞ ആദം നബി ഈസ നബിയെ പോലെയുള്ള കലിമാത്തു താമ്മാത്തായ മഹാന്മാരെ പടച്ച അല്ലാഹ്, വദ്ദഅവാത്തിൽ മുസ്തജാബാത്തി, ലോകത്ത് ചെയ്യപ്പെടുന്ന ഉത്തരമുള്ള ദുആയൊക്കെ സ്വീകരിക്കുന്ന അല്ലാഹ്,
ആഫിൽ ഹസന വൽ ഹുസൈന, ഹസൻ ഹുസൈൻ എന്ന രണ്ട് മക്കളെ നീ ആഫിയത്തിലെത്തിക്കണേ. ഹസൻ ഹുസൈൻ എന്ന രണ്ട് മക്കൾക്ക് വേണ്ടി നബി തങ്ങൾ ദുആ ചെയ്തത് നമ്മൾ ആ പേരൊന്നും മാറ്റേണ്ട, അതുപോലെ തന്നെ ആ ദുആ അങ്ങനെയാണ് പറഞ്ഞാൽ മതി. അത് ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനും മാത്രമായിട്ടുള്ളതല്ല, അവരുടെ പേര് അതിൽ വന്നു എന്നേ ഉള്ളൂ, അതെല്ലാവർക്കും കൂടിയിട്ടുള്ളതാ. ആ ഒരു ബർക്കത്ത് നമുക്ക് കിട്ടും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഹസൻ ഹുസൈനെ അല്ലാഹുവേ നീ ആഫിയത്ത് നൽകണേ. മിൻ ഔഫുസിൽ ജിന്നി, പിശാചിന്റെ ദുർബോധനങ്ങളിൽ എന്റെ മക്കൾക്ക് ആഫിയത്ത് നൽകണം. അത് നമ്മളെ ബാധിക്കും, അത് നമ്മളെ ബാധിക്കും. അതുപോലെ തന്നെ മനുഷ്യരുടെ കണ്ണേറിൽ നിന്നും നീ എന്റെ മക്കൾക്ക് ആഫിയത്ത് നൽകണേ എന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വലിയ പവറുള്ള കണ്ണേറിന്റെ ഏറ്റവും വലിയ ദുആ, ഏറ്റവും വലിയ ദിക്ർ, ഏറ്റവും പവറുള്ള ദിക്ർ, അതാണ് ആദ്യം പറഞ്ഞത്. ഇപ്പൊ നമ്മൾ പറഞ്ഞു മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് തളർന്ന് ഇരിക്കുന്ന അവസ്ഥയിൽ ജിബ്രീൽ അലൈഹിസ്സലാം വന്ന് മന്ത്രിച്ചപ്പോ ആഫിയത്ത് വന്ന ആ ദിക്ർ മഹാനായ ഉബാദത്ത് ബിൻ സാമിത്ത് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു കൊടുക്കുന്ന ദിക്ർ. ആ ദിക്ർ ഇതാണ്: ബിസ്മില്ലാഹി അർഖീക മിൻ കുല്ലി ഷൈഇൻ യുദീക വമിൻ കുല്ലി ഐനിൻ വഹാസിദിൻ അല്ലാഹു യശ്ഫീക. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അതിന്റെ അർത്ഥം കേട്ടോ. അല്ലാഹുവിന്റെ നാമം കൊണ്ട് ഞാൻ മന്ത്രിക്കുന്നു. ബിസ്മില്ലാഹി അർഖീക, അല്ലാഹുവിന്റെ നാമം കൊണ്ട് ഞാൻ അങ്ങയെ മന്ത്രിക്കുന്നു. ജിബ്രീൽ പറയാണ് അലൈഹിസ്സലാം മുത്തുനബിയെ മന്ത്രിക്കാണ്. മിൻ കുല്ലി ഷൈഇൻ യുദീക, അങ്ങേക്ക് ശല്യമുണ്ടാക്കുന്ന, ഇടങ്ങേറുണ്ടാക്കുന്ന എല്ലാത്തിനെയും തൊട്ട് കാവൽ തേടി റബ്ബിനോട് ഞാൻ മന്ത്രിച്ചോതാണ്. വമിൻ കുല്ലി ഐനിൻ, എല്ലാ കണ്ണേറിനെ തൊട്ടും അങ്ങേക്ക് കാവലിന് വേണ്ടി റബ്ബിനോട് ഞാൻ മന്ത്രിക്കുന്നു, അഭയം തേടുന്നു. വഹാസിദിൻ, ഇന്നലെ പറഞ്ഞു കണ്ണേറുണ്ടാകുന്നത് അസൂയ വരുമ്പോഴാണ്. കരിങ്കണ്ണന്റെ അസൂയ വരുമ്പോഴാണ് കണ്ണേറുണ്ടാവാ. കരിങ്കണ്ണന്റെ ഈ കണ്ണേറല്ലാതെ വന്നിട്ടുള്ള ഇവിടെ സംഭവിക്കാത്ത അസൂയയെ തൊട്ടും കാവൽ തേടി ഞാൻ മന്ത്രിക്കുന്നു. അല്ലാഹു യശ്ഫീക, അല്ലാഹു അങ്ങേക്ക് ശിഫ തരട്ടെ. ഇതായിരുന്നു. എന്റെ സമൂഹമേ തെറ്റിദ്ധരിച്ചു പോവല്ലേ. കണ്ണേർ സത്യമാണ്, കണ്ണേർ സത്യമാണ്. ഒരു ഹദീസ് കൂടി ഞാൻ പറഞ്ഞിട്ട് അവസാനിപ്പിക്കുന്നു. അൻ ജാബിർ ഇബ്നു അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു അന്നഹു ഖാൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നു, അൽ ഐനു ഹഖുൻ, കണ്ണേർ സത്യമാണ്. ലതൂരിദുർ റജുലൽ ഖബറ, കണ്ണേർ ബാധിച്ചാൽ ഒരു മനുഷ്യൻ പിന്നെ മരിച്ചുപോയെന്ന് വന്നേക്കാം. കണ്ണേർ ഒരു മനുഷ്യനെ ഖബറിലെത്തിക്കാം. വൽ ജമല അൽ, ഒരു ഒട്ടകത്തെയാണ് ലോകത്തെ ഏറ്റവും പ്രതിരോധ ശക്തിയുള്ള മരുഭൂമിയിൽ വെള്ളം കുടിക്കാതെയും 50 ദിവസം വരെ ജീവിക്കാൻ കഴിയുന്ന ജീവിയായ, പ്രതിരോധത്തിൽ ഏറ്റവും ഒന്നാം സ്ഥാനത്തെന്ന് പറയാൻ പറ്റുന്ന, സൃഷ്ടിപ്പിൽ തന്നെ അത്ഭുതമുണ്ടെന്ന് ഖുർആൻ പറഞ്ഞ ഒട്ടകത്തെയാണ് കണ്ണേറ് ബാധിക്കുന്നതെങ്കിൽ പിന്നെ ആ ഒട്ടകത്തെ അറുത്ത് കറി വെക്കലല്ലാതെ മറ്റൊന്നിനും കൊള്ളുകയില്ല. ഒട്ടകത്തിനാണ് കണ്ണേറ് ബാധിക്കുന്നതെങ്കിൽ ഒട്ടകത്തെ ചട്ടിയിലെത്തിക്കും. ആരോഗ്യമുള്ള മനുഷ്യനാണ് കണ്ണേറ് ബാധിക്കുന്നതെങ്കിൽ ആരോഗ്യമുള്ള മനുഷ്യനെ ഖബറിലെത്തിക്കുമെന്ന് മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ണേറിനെ കുറിച്ച് പറഞ്ഞു. കണ്ണേറ് കണ്ണേറ് ബാധിച്ചാൽ ആരോഗ്യമുള്ള മനുഷ്യനെ കണ്ണേറ് മുഖേന ഖബറിലെത്തിക്കാം, ഒട്ടകത്തെയാണ് ഈ ചട്ടിയിലെത്തിക്കാം. മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് കഴിഞ്ഞിട്ട് ഒരു വർത്താനം പറഞ്ഞു. അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. എന്റെ സമുദായത്തിൽ അധിക ആളുകൾക്കും നാശങ്ങളും നഷ്ടങ്ങളും വരുന്നത് കണ്ണേറ് മുഖേനയാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ചില മഹാന്മാർ പറയുന്നുണ്ട് സിഹറിനേക്കാളും കടുപ്പാണ് കണ്ണേറുന്ന. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ.